കേരളത്തിലെ കാവുകളിലും ക്ഷേത്രങ്ങളിലുമൊക്കെ ചെണ്ടമേളം മുറുകുമ്പോൾ ഉരഞ്ഞു തുള്ളുന്ന ചില രൂപങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? വെളിച്ചപ്പാടുകൾ. അപ്പോ ആരാണീ വെളിച്ചപ്പാടുകൾ? വെറുമൊരു അനുഷ്ഠാനം മാത്രമാണോ ഇത്? നമുക്കവരുടെ ആ നിഗൂഢമായ ലോകത്തേക്കൊന്നിറങ്ങിച്ചെല്ലാം. ഈ പേരിന് തന്നെയല്ലേ നല്ലൊരു ആഴമുണ്ട്. വെളിച്ചപ്പാട്, അതായത് വെളിച്ചം വെളിപ്പെടുത്തുന്നയാൾ, മനുഷ്യരുടെ പ്രശ്നങ്ങൾക്കും സംശയങ്ങൾക്കും മുന്നിൽ ഒരു ദൈവിക വെളിച്ചം കാണിച്ചു കൊടുക്കുന്നയാൾ, ഒരു തരം മീഡിയേറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. ഒന്നാലോചിച്ചു നോക്കിയേ, സാധാരണ മനുഷ്യർ, അതും സമൂഹത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, ഒരു അനുഷ്ഠാനത്തിന്റെ സമയത്ത് ജീവനുള്ള ദൈവമായി മാറുന്നു. ഇതൊരു അവിശ്വസനീയമായൊരു ട്രാൻസ്ഫർമേഷനാണ്. ഇതൊരിക്കലും ഒരു വെറും വേഷം കെട്ടലല്ല, അതിനപ്പുറം ഒരുപാട് കാര്യങ്ങൾ ഇതിന് പിന്നിലുണ്ട്. അപ്പൊ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. എന്താണ് വെളിച്ചപ്പാടിന്റെ ഈ ദൈവിക പ്രകടനത്തെ ഇത്രയധികം ശക്തമാക്കുന്നത്? നമുക്കൊന്നടുത്തു നോക്കാം. ആ കാഴ്ചയുണ്ടല്ലോ, അത് ശരിക്കും നമ്മളെ പിടിച്ചുലയ്ക്കും. കടും ചുവപ്പ് വസ്ത്രമണിഞ്ഞ് കയ്യിലൊരു പള്ളിവാളുമായി ദേഹത്ത് മുഴുവൻ മഞ്ഞളും പൂശി ചെണ്ടയുടെ താളം മുറുകുന്നതിനനുസരിച്ച് അവർ ഉറഞ്ഞു തുള്ളാൻ തുടങ്ങും. ആ നിമിഷം മുതൽ അവർ വെറുമൊരു മനുഷ്യനല്ല, ദേവിയുടെ പ്രതിരൂപമാണ്. ഭക്തരോട് സംസാരിക്കും, അനുഗ്രഹം കൊടുക്കും, ചിലപ്പോ ആ വാളെടുത്ത് സ്വന്തം നെറ്റിയിൽ വെട്ടി രക്തം കൊണ്ട് അഭിഷേകം ചെയ്യും. ശരിക്കും തീവ്രമായൊരനുഭവമാണത്. പക്ഷേ ഈ കാണുന്ന ദൈവിക പ്രകടനത്തിനപ്പുറം ഒരു മറുവശമുണ്ട്. അതാണ് ശരിക്കും നമ്മളെ ഞെട്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യം. അവരുടെ ആചാരപരമായ ജീവിതവും സാധാരണ ജീവിതവും തമ്മിലുള്ള ഒരു വലിയ വൈരുദ്ധ്യം. ഈ ഒരു താരതമ്യം നോക്കൂ. ഇത് ആ വൈരുദ്ധ്യം എത്രത്തോളം വലുതാണെന്ന് നമുക്ക് കാണിച്ചു തരും. അനുഷ്ഠാന സമയത്ത് അവർ ദൈവമാണ്, വിശുദ്ധനാണ്, എല്ലാവരും അവരെ ബഹുമാനിക്കും, കാലിൽ വീഴും. പക്ഷേ ആ ചുവന്ന പട്ട് അഴിച്ചുവെച്ചു കഴിഞ്ഞാലോ, സാധാരണ ജീവിതത്തിൽ അവരൊരു താഴ്ന്ന ജാതിക്കാരനും ഒരു ദിവസക്കൂലിക്കാരനുമാണ്. ഈ താൽക്കാലിക അധികാരത്തിനു പിന്നിൽ വലിയ സാമൂഹികവും സാമ്പത്തികവുമായ ഒറ്റപ്പെടലുണ്ട്. അപ്പോ ഈ വെളിച്ചപ്പാടിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അവർ പ്രതിനിധീകരിക്കുന്ന ആ ദേവിമാരെക്കുറിച്ച് നമ്മൾ ആദ്യം അറിയണം. എവിടെ നിന്നാണ് അവർക്ക് ഈ ശക്തി കിട്ടുന്നത്? അതിനെ നമ്മൾ കുറച്ചു പുറകോട്ട് പുരാണങ്ങളിലേക്കൊന്നു പോകണം. വെളിച്ചപ്പാടിന്റെ ഈ ശക്തിക്കു പിന്നിൽ പ്രധാനമായിട്ടും രണ്ട് കഥകളാണുള്ളത്. ഒന്ന്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഭദ്രകാളിയുടെയും ദാരികന്റെയും കഥ. ദാരികനെ വധിച്ച കാളിയുടെ ആ രൗദ്രഭാവമാണ് വെളിച്ചപ്പാട് തുള്ളുമ്പോൾ പുനരാവിഷ്കരിക്കുന്നത്. രണ്ട്, തമിഴതിഹാസമായ ചിലപ്പതികാരത്തിലെ കണ്ണകിയുടെ കഥ. അന്യായമായി കൊല്ലപ്പെട്ട ഭർത്താവിനുവേണ്ടി ഒരു നാട് മുഴുവൻ ചുട്ടെരിച്ച നീതിയുടെയും അടങ്ങാത്ത കോപത്തിന്റെയും പ്രതീകമായ കണ്ണകിയുടെ പിന്മുറക്കാരാണിവർ. അവരുടെ കയ്യിലുള്ള ഓരോ സാധനത്തിനും ഈ കഥകളുമായി നേരിട്ട് ബന്ധമുണ്ട്. ആ പള്ളിവാള്, അത് ഭദ്രകാളിയുടെ ആയുധമാണ്. രക്തം ചിന്തി ദേവിയെ പ്രീതിപ്പെടുത്താൻ ഉപയോഗിക്കുന്നു. അരയിൽ കെട്ടുന്ന അരമണിയിലെ ആ കിലുങ്ങുന്ന ശബ്ദം ദേവിയുടെ സാന്നിധ്യം അറിയിക്കാനാണ്. പിന്നെ കാലിലെ ചിലമ്പ്, അത് നീതിക്കുവേണ്ടി പോരാടിയ കണ്ണകിയുടെ പ്രതീകമാണ്. ശരി, പുരാണങ്ങളും ഐതിഹ്യങ്ങളുമൊക്കെ കൊള്ളാം. പക്ഷേ നമുക്ക് തിരിച്ച് ഇന്നത്തെ യാഥാർത്ഥ്യത്തിലേക്ക് വരാം. ഈ വെളിച്ചപ്പാടുകൾ ഇന്ന് നേരിടുന്ന സാമൂഹിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? കാരണം ആ അനുഷ്ഠാനങ്ങൾക്കപ്പുറം അവർക്കും ഒരു ജീവിതമുണ്ട്. അപ്പോ എന്തുകൊണ്ടാണ് ഇവർ സമൂഹത്തിൽ ഇപ്പോഴും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്? ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവരുടെ ജാതി തന്നെയാണ്. കൂടെ തന്നെയുണ്ട് സാമ്പത്തികമായ പിന്നോക്കാവസ്ഥ. പിന്നെ ഈ അനുഷ്ഠാനങ്ങൾ കാരണം വരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. ഒപ്പം ഈ റോള് പാരമ്പര്യമായി കിട്ടുന്നതുകൊണ്ട് വേറെ വഴിയില്ലാത്ത അവസ്ഥ. ഇതെല്ലാം കൂടി ചേരുമ്പോൾ അവരുടെ ജീവിതം വളരെ ദുസ്സഹമാവുന്നു. ഇവിടെയാണ് ശരിക്കും ഏറ്റവും വലിയൊരു ട്രാപ്പ് കിടക്കുന്നത്. ഈ വെളിച്ചപ്പാടെന്ന പദവി, അത് തലമുറകളായി കൈമാറി വരുന്ന ഒന്നാണ്. അച്ഛൻ കഴിഞ്ഞാൽ മകൻ. അതുകൊണ്ട് തന്നെ ഈയൊരു അനുഷ്ഠാനപരമായ കടമയിൽ നിന്നും അതിന്റെ കൂടെ വരുന്ന സാമൂഹികമായ ഒറ്റപ്പെടലിൽ നിന്നും അവർക്കത്ര എളുപ്പത്തിൽ രക്ഷപ്പെടാൻ പറ്റുന്നില്ല. പല പഠനങ്ങളും കാണിക്കുന്നതെന്താണെന്ന് വെച്ചാൽ, ഈ അനുഷ്ഠാനത്തിന്റെ ഭാഗമായി തലയ്ക്ക് സ്ഥിരമായി ഏൽക്കുന്ന പരിക്കുകൾ കാരണം അവർക്ക് സ്ഥിരമായി മറ്റൊരു ജോലി കണ്ടെത്താൻ പോലും കഴിയുന്നില്ല എന്നാണ്. അപ്പോ ഈ ശാരീരികമായ പ്രത്യാഘാതങ്ങൾ അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒന്നുകൂടി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ പറഞ്ഞ എല്ലാ വൈരുദ്ധ്യങ്ങളും, ഈ അധികാരവും നിസ്സഹായതയുമെല്ലാം ഒരുമിച്ചു പൊട്ടിത്തെറിക്കുന്ന ഒരിടമുണ്ട്. അതാണ് കൊടുങ്ങല്ലൂർ ഭരണി ഉത്സവം. ഇതൊരു വെറും അമ്പലത്തിലെ ഉത്സവമല്ല, മറിച്ച് അടിച്ചമർത്തപ്പെട്ടവരുടെ ഒരു ശക്തമായ പ്രതിരോധം കൂടിയാണ്. ഭരണിയുടെ ആചാരങ്ങൾ ഒരുപക്ഷെ പുറത്തുനിന്ന് നോക്കുന്ന നമ്മളെ ഞെട്ടിച്ചേക്കാം. കോഴിക്കല്ല് മൂടൽ എന്ന ചടങ്ങോടെയാണ് ഉത്സവം തുടങ്ങുന്നത്. അതിനുശേഷം നടക്കുന്ന കാവുതീണ്ടൽ എന്ന ചടങ്ങിൽ ആയിരക്കണക്കിന് വെളിച്ചപ്പാടുകൾ ക്ഷേത്രത്തിലേക്ക് ഇരിച്ചുകയറും.
ചരിത്രപരമായി തങ്ങൾക്ക് പ്രവേശനമില്ലാതിരുന്ന ഒരിടം തിരിച്ചുപിടിക്കുന്നതിന്റെ ഒരു പ്രതീകമാണത്. പിന്നെയാണ് ഏറ്റവും പ്രശസ്തമായ തെറിപ്പാട്ട്. അതെ, ഭക്തർ ദേവിയെ അശ്ലീല പദങ്ങൾ ഉപയോഗിച്ചു പാടും. അപ്പോ എന്തിനാണ് ദൈവത്തെ തെറിവിളിക്കുന്നത്? ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നാം ഇതൊരു ദൈവനിന്ദയാണെന്ന്. പക്ഷേ ശരിക്കും അത് അങ്ങനെയല്ല. അതൊരു പ്രതിഷേധമാണ്. കാലങ്ങളായി തങ്ങളെ അടക്കി ഭരിച്ച ഉയർന്ന ജാതിക്കാരുടെ ശുദ്ധിയുടെ സങ്കല്പങ്ങളെ വെല്ലുവിളിക്കാനുള്ള ഒരു മാർഗമാണത്. സാധാരണ പറയാൻ പാടില്ലാത്ത വാക്കുകൾ ദേവിയുടെ മുന്നിൽ ഉറക്കെ വിളിച്ചു പറയുമ്പോൾ അവർ സാമൂഹികമായ വിലക്കുകളെയാണ് പൊട്ടിച്ചെറിയുന്നത്. കാലം ഒരുപാട് മാറിയില്ലേ? അപ്പോ ഈ ആധുനിക ലോകത്ത് വെളിച്ചപ്പാടിന്റെ സ്ഥാനമെന്താണ്? ഈ പാരമ്പര്യം നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? നമുക്ക് അവസാന ഭാഗത്തേക്ക് കടക്കാം. ഈയൊരു പ്രതിസന്ധി വളരെ ശക്തമായിട്ട് നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നൊരു സിനിമയുണ്ട്. 1973 MT വാസുദേവൻ നായർ സംവിധാനം ചെയ്ത നിർമാല്യം. ആ സിനിമയുടെ കഥ ശരിക്കും നമ്മുടെ കണ്ണു തുറപ്പിക്കുന്ന ഒന്നാണ്. ഗ്രാമം മുഴുവൻ കൈയൊഴിഞ്ഞ് ദാരിദ്ര്യത്തിൽ മുങ്ങിയ ഒരു വെളിച്ചപ്പാട്. അദ്ദേഹത്തിന്റെ പഠിപ്പുള്ള മകനാണെങ്കിൽ ഈ പാരമ്പര്യമൊക്കെ ഉപേക്ഷിച്ച് പുതിയ ജോലി തേടിപ്പോകുന്നു. സിനിമയുടെ അവസാനം സ്വന്തം ഭാര്യയുടെ ത്യാഗം തിരിച്ചറിയുന്ന ആ വെളിച്ചപ്പാട് അവസാനമായി ഒന്നുകൂടി ഉറിഞ്ഞുതുള്ളി ദേവിയുടെ വിഗ്രഹത്തിനു നേരെ കാർക്കിച്ച് തുപ്പുന്നുണ്ട്. വിശ്വാസവും ജീവിതവും തമ്മിലുള്ള ആ പോരാട്ടത്തിന്റെ ഏറ്റവും തീവ്രമായൊരു ചിത്രീകരണമാണിത്. അപ്പോ ഇത് നമ്മെ ഒരു വലിയ ചോദ്യത്തിൽ കൊണ്ടെത്തിക്കുകയാണ്. വിശ്വാസം ഒരേ സമയം ഒരാൾക്ക് അധികാരവും അതേസമയം തന്നെ സാമൂഹികമായ ഒറ്റപ്പെടലും നൽകുമ്പോൾ ആ ത്യാഗത്തിന്റെ യഥാർത്ഥ ഭാരം ചുമക്കുന്നതാരാണ്? ഒരു പക്ഷേ ഉത്തരം നമ്മൾ ഓരോരുത്തരും ചിന്തിച്ച് കണ്ടെത്തേണ്ട ഒന്നായിരിക്കാം.